ഇനി ICC ഉടൻ തന്നെ അത് ചില നടപടിക്രമങ്ങളുണ്ട്, അത് പൂർത്തിയാക്കി അത് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യും. അല്ല, എല്ലാ സീറ്റുകളെ സംബന്ധിച്ചും ഇന്നലെ തീരുമാനമായിട്ടുണ്ട്, ഇന്ന് പ്രഖ്യാപിക്കും. അല്ല, K മുരളീധരൻ അതായത് ഈ ചർച്ച അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ള ഇതിനെ തുടർന്ന് ഇന്നിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല, മറ്റു ചർച്ചകളിലേക്ക് പങ്കെടുത്തിട്ടില്ല. വടകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്ന് അറിയും. K മുരളീധരൻ എന്നും പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള നേതാവാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം അദ്ദേഹമല്ല, ഞങ്ങളെല്ലാവരും അത് അംഗീകരിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് സീറ്റ് പ്രഖ്യാപിച്ചാൽ എല്ലാവരും അംഗീകരിക്കും. അല്ല, അതല്ല, പാർട്ടി ഏത് തീരുമാനമാണ് എടുക്കുന്നത് ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ ഊഹാപോഹങ്ങളല്ലേ. പാർട്ടിയുടെ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ബോധ്യപ്പെടും. ചർച്ചകൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് മുരളീധരൻ നടത്തിയിട്ടില്ലെന്നാണ്. അതെനിക്കറിയില്ല. ഏതായാലും ലിസ്റ്റ് പുറത്ത് വരട്ടെ, അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. ഒറ്റ കാര്യം സാർ, ഇപ്പോൾ ഈ പത്മജ വേണുഗോപാൽ സാഹചര്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി ഉണ്ട്. പത്മജ വേണുഗോപാൽ പോയത് കൊണ്ട് പാർട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് നീങ്ങും. ഇപ്പോൾ നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ K മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം അതൃപ്തി വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം രാവിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോയില്ല എന്ന് കേൾക്കുന്നു. TN പ്രതാപനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ നിരാശയിലാണ്. കാരണം അവിടെ മൊത്തവും ഭിത്തികളെല്ലാം തന്നെ എഴുതി 3.5 ലക്ഷത്തോളം പോസ്റ്ററുകൾ അടിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? ഈ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതോടുകൂടി കോൺഗ്രസ്സിൽ ഒരു വലിയ ഒരു പ്രശ്നത്തിനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഷമ്മി, നേരത്തെ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമോ മത്സരിക്കില്ലേ എന്ന തരത്തിലുള്ള തീരുമാനം വരാനായിരുന്നു ഇതുവരെ സ്ഥാനാർത്ഥി നിർണ്ണയം കാത്തിരുന്നത്. ഒപ്പം തന്നെ കനകോലുവിൻ്റെ റിപ്പോർട്ടും. ഇപ്പോൾ കനകോലുവിൻ്റെ റിപ്പോർട്ടിനെ പോലും കടത്തി വെട്ടിക്കൊണ്ട് പത്മജ ഇഫക്റ്റിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് ആടി ഉലയുന്നുവെന്ന് തന്നെ ഇപ്പോൾ എടുക്കുന്ന ഏറ്റവും അവസാനപ്പെട്ട തീരുമാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം വടകരയിൽ നിന്ന് K മുരളീധരനെ പോലെ ഒരാൾ, അതായത് അദ്ദേഹം സിറ്റിംഗ് MP ആണ്, ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം പരമാവധി ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ഓരോ ചടങ്ങുകൾക്കും വ്യക്തിപരമായ ചടങ്ങുകൾക്കടക്കം പങ്കെടുക്കുന്ന നിലവിലൊരു സിറ്റിംഗ് MP ആണ്. അദ്ദേഹത്തെ ഇപ്പോൾ വടകരയിൽ നിന്ന് മാറ്റി തൃശ്ശൂരേക്ക് കൊണ്ടുവന്നു. അതെന്തുകൊണ്ടാണ്? 24 മണിക്കൂർ കൊണ്ട് ഉണ്ടായ മാറ്റമാണ്. അത് പത്മജ BJPയുടെ പ്രചാരകയായി തൃശ്ശൂർ മണ്ഡലത്തിലുണ്ടാകും. സുരേഷ് ഗോപിക്കൊപ്പം തന്നെ തുറന്ന വാഹനത്തിൽ ഒരു വശത്ത് താമരയുമേന്തി പത്മജ വേണുഗോപാൽ ഉണ്ടാകും എന്നതാണ് കോൺഗ്രസിനെ അലട്ടുന്ന കാര്യം. അത് പത്മജ എഫക്റ്റ്, കനകോലു എഫക്റ്റിനെ കടത്തിവെട്ടുന്ന എഫക്റ്റിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ മാറിയിരിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം മത്സരിച്ചാൽ തോക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥാനാർത്ഥികൾ, പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം വീണ്ടും മത്സര രംഗത്തുണ്ട്. ആ സിറ്റിംഗ് MPമാരെ മാറ്റണമെന്ന് പറഞ്ഞത് ഏറ്റവും മോശം പെർഫോമൻസ് ഉള്ള സ്ഥാനാർത്ഥികൾ ഒന്ന് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായിരുന്നു, ഒപ്പം തന്നെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു. കൊടുക്കുന്ന സുരേഷ് വീണ്ടും മത്സരിച്ചാൽ തോക്കുമെന്നാണ് കനകോലിൻ്റെ റിപ്പോർട്ട്. കണ്ണൂരും അത്ര സുരക്ഷിതമല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കണ്ണൂരിൽ നിന്ന് പിന്മാറ്റത്തിലേക്ക് സുധാകരൻ പോയത്. ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബെഹനാൻ്റെ സ്ഥിതി സുരക്ഷിതമല്ല എന്നതാണ് വിലയിരുത്തൽ. അങ്ങനെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ച് കനകോലിൻ്റെ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശമുണ്ട്. ഈ സ്ഥാനാർത്ഥികളെല്ലാം മത്സരിക്കുന്നു. അവസാന നിമിഷം ഈ സിറ്റിംഗ് MP ആയിട്ടുള്ള K മുരളീധരൻ പോസ്റ്ററടിച്ച് പ്രചാരണത്തിലേക്ക് പോയി. ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ മാറ്റി തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ TN പ്രതാപൻ കഴിഞ്ഞ ദിവസം കരുണാകരൻ്റെ സ്മാരകത്തിൽ നിന്ന് പ്രചരണ പരിപാടി ആരംഭിച്ചതാണ്. രാവിലെ നമ്മൾ ഈ പത്മജയുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ വാർത്ത നൽകുമ്പോൾ ആ സ്മാരക മന്ദിരത്തിന് മുന്നിൽ നിന്ന് താൻ പ്രചരണം ആരംഭിച്ചു എന്ന് TN പ്രതാപൻ പ്രഖ്യാപിച്ചു. ആ TN പ്രതാപനെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. കാരണം ഈ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഏതാണ്ട് 6 or 8 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MPമാർ തോൽക്കും എന്നുള്ളതാണ്. ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കിട്ടുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന നേതൃത്വം പറയുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. കാരണം വേറെ ഒരാളെ ആലോചിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ വലിയ കലാപം നടക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മാറ്റവുമില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ പത്മജയുടെ ഒരു വിഷയം വന്നതോടുകൂടി ഒരു മാറ്റം, അതായത് വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവരിക. നമുക്കറിയാം, തൃശ്ശൂരിൽ ലോക്സഭാ ഇലക്ഷനിൽ ഒരു തവണ K കരുണാകരനും അതുപോലെ തന്നെ മുരളീധരനും തോറ്റ മണ്ഡലമാണ്. അതുമാത്രവുമല്ല, ഇവിടത്തേക്ക് തൃശ്ശൂരിലേക്ക് മുരളീധരൻ എത്തുമ്പോൾ തീർച്ചയായിട്ടും പത്മജ അതിൻ്റെ ഒരു എതിർഭാഗത്ത് കാണുകയും ജ്യേഷ്ഠനെതിരായിട്ടുള്ള പ്രചരണത്തിൽ സജീവമായി പത്മജ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു മാറ്റം ആലോചിച്ചു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, പ്രതാപൻ വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിൽക്കുന്നു. ഒപ്പം വടകരയിൽ മുരളീധരനും സജീവമായി നിൽക്കുന്നു. പിന്നീട് എന്തുകൊണ്ട് ഇത്തരമൊരു മാറ്റം?
ഷമ്മി, അത് തന്നെയാണ് തുടക്കത്തിൽ ആമുഖമായി പറഞ്ഞത്. ആഘാതം ചെറുതല്ല. കാരണം BJP കോൺഗ്രസിൽ വോട്ട് ചെയ്യുന്ന കൈപ്പത്തി സ്വാഭാവികമായി ഒരു ഘട്ടം കഴിയുമ്പോൾ താമരയാകുന്നു എന്ന ആ പ്രചരണത്തിലേക്ക്, ആ വലിയ തരത്തിലുള്ള പ്രചരണത്തിന് അവസാനത്തെ ഉദാഹരണമായി പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അടിപതറാൻ പോകുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അവസാനത്തെ കളിയിലേക്ക് കോൺഗ്രസ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഷമ്മി പറഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ അടിമുടി മാറ്റത്തിലേക്ക് പോകുന്നു. TN പ്രതാപൻ എന്ന് പറഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം മത്സ്യത്തൊഴിലാളി മേഖലയിൽ ജാഥ നയിച്ച് തിരുവനന്തപുരത്ത് എത്തുകയും മത്സ്യത്തൊഴിലാളി വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് പ്രാദേശികമായി, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്, പ്രാദേശികമായി പത്മജ വേണുഗോപാലിനേക്കാൾ പ്രാദേശികമായി ബന്ധമുള്ള അണികളുള്ളൊരു നേതാവാണ് TN പ്രതാപൻ. TN പ്രതാപനെ പോസ്റ്റർ അടിച്ച് നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ ഭിത്തികളെല്ലാം എഴുതി പൂർത്തിയാക്കി പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുന്ന TN പ്രതാപൻ അവസാന ഘട്ടത്തിൽ മാറ്റുമ്പോൾ അത് ഗുണമല്ല ലഭിക്കുക. കാരണം അത് കോൺഗ്രസ് കരുതുന്ന ഒരു പ്രതിരോധം, സംസ്ഥാനത്താകമാനം ഈ പത്മജ വേണുഗോപാലിൻ്റെ ഇഫക്റ്റ് പ്രതിരോധിക്കാൻ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള K മുരളീധരനെ തന്നെ തട്ടകത്തിൽ BJP ജയിക്കുമെന്ന് പറയുന്ന തട്ടകത്തിൽ ഇറക്കുന്നു. തങ്ങൾക്ക് BJPയുമായി ഒരു തരത്തിലുള്ള സന്ധിയില്ല എന്നൊരു മെസ്സേജ്, ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ കോൺഗ്രസ് ശ്രമിക്കുന്നത്. പക്ഷേ മണ്ഡലത്തിലെ കാര്യം അത്ര സുരക്ഷിതമല്ല. ഷമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന് ഇപ്പോൾ അങ്ങനെ വിജയിച്ചു വരാൻ കഴിയുന്നൊരു മണ്ഡലമല്ല. മാത്രമല്ല, ഈ നിയമമണ്ഡലത്തിൽ K മുരളീധരൻ വന്ന് മത്സരിച്ചതുപോലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ നിലനിൽക്കുകയാണെങ്കിൽ അതിൻ്റെ നേട്ടം സ്വാഭാവികമായി ആർക്കാകും ഉണ്ടാകുക എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിലയിരുത്തേണ്ട കാര്യമാണ്.